SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. നമ്മളിന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പ്രധാനമായി നടക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ന്യൂസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് നമ്മൾ കാണുന്ന വിഷയങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ എല്ലാ സമൂഹങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെയും ചർച്ചാ വിഷയമായി മാറുന്ന ഒന്നാണ് ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ളത്. യുവാക്കളായിക്കോട്ടെ, കൗമാരക്കാരായുള്ളവരായിക്കോട്ടെ, അവരെല്ലാം ലഹരിക്ക് അടിമയായി മാറുന്നു. അതിന് പ്രതിഫലമായിട്ട് തൽഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് എന്താണ് ഒരു പ്രതിവിധി എന്ന് എല്ലാവരും ഒരു ചോദ്യചിഹ്നം നമ്മുടെ മനസ്സിലേക്ക് ഉയരുമ്പോൾ ഇതിന് ഉത്തരവുമായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സർ, വെൽക്കം ടു ദ ഷോ. നമ്മളിന്ന് ആൻറ്റി ഡ്രഗ്സ്, അതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് കുട്ടികൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ അവരെ ഒന്ന് രക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ അവരെ ഒന്ന് സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെ ചർച്ചാ വിഷയമായി മാറുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും സാറിനൊപ്പം ഉണ്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം. ആദ്യമേ തന്നെ ചോദിക്കേണ്ടത്, നമുക്കറിയാം CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. എന്താണ് CWC, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നറിയാതെ വരുന്നുണ്ട്. അപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് സാർ ഒന്ന് വിശദീകരിക്കാമോ? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ CNCP എന്ന് പറയും. അതോടൊപ്പം തന്നെ CCL നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടികൾ. നമുക്കറിയാം, നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് JJB ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉള്ളത്. നമുക്കറിയാം, ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് JJB എങ്കിൽ, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, CWC എന്ന് പറയുക. അതിൽ ഒരു ചെയർമാനും 4 അംഗങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളാണ് CWC നിയമവുമായിട്ട് സാധാരണ ജനങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നത്? എപ്പോഴൊക്കെയാണ് ഈ CWCയുമായിട്ട് ജനങ്ങൾക്ക് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? എങ്ങനെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഓക്കെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും ആദ്യം കടന്നു വരാവുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുക. ഓക്കെ ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്? സാധാരണ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആർക്ക് വേണമെങ്കിലും ഒരു ബാലസൗഹൃദ അന്തരീക്ഷമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലുള്ളത്. കാരണം നമുക്കറിയാം, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടികൾക്ക് കയറി ചെല്ലാൻ ഭയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ പോകുവാൻ കുട്ടികൾക്ക്, ഇപ്പം കോടതിയിലോ മറ്റ് സംവിധാനങ്ങളൊക്കെ പോകാൻ കുട്ടികൾക്കൊരു ഭയമായിരിക്കും. കാരണം 18 വയസ്സ് വരെ ഇവർ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരുവാനും കുട്ടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനുമുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അവിടെ മറ്റാരുടെയും സഹായം വേണ്ട. കുട്ടികൾക്ക് നേരിട്ട്, കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സമൂഹത്തിലുള്ള ആർക്ക് വേണമെങ്കിലും, സ്കൂൾ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സിന്, നമ്മുടെ നാട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളും എന്ത് പരാതികളും അവിടെ വന്ന് അവതരിപ്പിക്കാം. നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ട് ഇടപെടലുകൾ നടത്തും. എത്ര പരാതികൾ കിട്ടിയാലും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. നമുക്ക് അന്വേഷിക്കാനായിട്ട് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസുണ്ട്, ചൈൽഡ് ലൈനൊക്കെ ഉണ്ട്. അവർ വഴിയായിട്ട് നമ്മൾ അന്വേഷിച്ച് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ കേസുകളിലും നമ്മൾ നടത്താറുണ്ട്. ഓക്കെ സാർ, ഇപ്പം നമുക്ക് CWC എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നിലനിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ കോട്ടയത്ത് CWCയുടെ ഓഫീസ് എവിടെയാണ്? ഇപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും കൂടെ ഒന്ന് പറയാമോ? കോട്ടയത്ത് തിരുവഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുക. നമുക്കറിയാം, നമ്മൾ 2 മാസക്കാലമായിട്ട് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി, എന്താണ് നമ്മുടെ കുട്ടികളിങ്ങനെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അക്രമവാസനയും ഒക്കെ കാണുമ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യും എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്ന ഇതാണ് CWC എന്താണ്. കാരണം കുട്ടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ്, സ്വഭാവത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്താനും ഒക്കെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നൊരു സംവിധാനമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത, നമ്മൾ ആലപ്പുഴയിൽ ഒരു അമ്മയും കുഞ്ഞും ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത് നമ്മളൊക്കെ വളരെ വേദനയോടുകൂടി കേട്ടതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കോട്ടയം ജില്ലയിലും സമാനമായിട്ട് ഒരു സംഭവം ഉണ്ടായി. CWC പ്രധാനമായിട്ടും പ്രവർത്തിക്കുക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുണ്ട് എങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏകദേശം നമുക്ക് 40ഓളം ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏതെങ്കിലും അമ്മമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റ് ജോലിയില്ലായ്മ കൊണ്ടോ തൊഴിലില്ലായ്മ കൊണ്ടൊക്കെ അവർക്ക് അവരുടെ കുട്ടികളെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർക്കൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വരികയാണെങ്കിൽ അവരുടെ കുട്ടികളെ താമസിച്ച് പഠിക്കാനുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിർത്തി പഠിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പം CWC എന്താണെന്ന് ഒറ്റ വാക്കിൽ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമുക്ക് ശ്രദ്ധയും സംരക്ഷണവും കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു സംരംഭം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒന്നാണ് CWC എന്ന് പറഞ്ഞു. അപ്പം ഇതേക്കുറിച്ച് അല്ലെങ്കിൽ CWCയെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, CWC നൽകുന്ന മറ്റ് സേവനങ്ങൾ, ഇത് എന്തൊക്കെ സഹായങ്ങളാണ് CWC നൽകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ സമൂഹത്തിൽ ഈ ഒരു ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങൾ തുടർന്ന് കേൾക്കാം. SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ സമൂഹത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നത് ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ കൗമാര പ്രായം ചെന്നവർ. അതിപ്പം എല്ലാവരും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കാണുന്ന വാർത്തകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ നമുക്ക് ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സാർ, തന്നെ ഒരു ഡൗട്ടാണ്. അതായത് നമ്മുടെ വീടുകളിൽ കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് CWCയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, കുട്ടികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഒന്ന് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ നിന്നായിരിക്കാം, അവൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നായിരിക്കാം, അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം, എവിടെ നിന്നാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചൂഷണം നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് ചൂഷണം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കോ കുട്ടിയുടെ മാതാപിതാക്കൾക്കോ അല്ലെ അറിയുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെടലുകൾ നടത്തുകയും ആ കുട്ടിക്ക് റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ആവശ്യമുണ്ട് എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതോടൊപ്പം അടിയന്തരമായിട്ട് കൗൺസിലിംഗ് കൊടുക്കുകയും കുട്ടിയുടെ ഈ ട്രോമയിൽ നിന്ന് കുട്ടിയെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമുക്കതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട്. ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴിയായിട്ട് കുട്ടിക്ക് അടിയന്തരമായിട്ട് കൗൺസിലിംഗ് കൊടുക്കും. ഒരുപക്ഷെ ആ കുട്ടിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നമുക്കറിയാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ബ്രോക്കൺ ഫാമിലീസിൻ്റെ എണ്ണം കൂടി വരികയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മളൊക്കെ പല വാർത്തകളും നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സെപ്പറേഷൻ, മാതാപിതാക്കൾ തമ്മിലുള്ള ഈ സെപ്പറേഷൻസ് കൂടി വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലെ ദാരിദ്ര്യാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മദ്യപാനമായിക്കൊള്ളാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചൂഷണങ്ങളായിക്കൊള്ളാം. ആ ഒരു സാഹചര്യത്തിലൊക്കെ ആർക്ക് വേണമെങ്കിലും CWC സമീപിക്കാവുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ശാന്തമായിട്ട് പഠിക്കാനും അവൻ്റെ വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയ്യും. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇപ്പം സാധാരണക്കാരായ ഒരു വ്യക്തിക്ക്, ഇപ്പം ചില ആളുകൾക്ക് നമുക്ക് CWC എന്താണെന്ന് പോലും അറിയാത്ത കുറേ അധികം ആളുകൾ നമ്മുടെ ഇടയിൽ കാണും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചൂഷണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് ആദ്യം അറിയിക്കേണ്ടത്? നമ്മൾ ചിലപ്പം പറയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം, അല്ലെങ്കിൽ അധ്യാപകരെയോ അങ്ങനെയുള്ള നമ്മൾ ആരെയാണ്, തീർത്തും അറിയത്തില്ലാത്ത ഒരാൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാണ് ഇക്കാര്യം ക്ലിയറായിട്ട് അറിയിക്കേണ്ടത്? ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ചൂഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു ഉത്തരവാദിത്തം ഓരോ പൗരന്മാർക്കുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ഭാവി എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അത് കുടുംബത്തിലായാലും സ്കൂളുകളിലായാലും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം ഓരോ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കാം. അതല്ല എങ്കിൽ ചൈൽഡ് ലൈൻ 1098 എന്ന് പറയുന്ന നമ്മുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ അതിക്രമങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ CWC അറിയിക്കും. നമ്മുടെ ഉദ്യോഗസ്ഥർ അതിനകത്ത് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാം, അല്ലെ പോലീസിനെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതായിരിക്കും. ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പല വിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങൾ തുടർന്ന് കേൾക്കാം. SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. SK Junction.
സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. നമ്മുടെ റേഡിയോയുടെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞത് കാതോരം കരുതലായി കാലത്തിനൊപ്പം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാതോരം കേൾക്കുന്നത് ഒരുപാട് ഭീതിപ്പെടുത്തുന്ന കുറേ വാർത്തകളാണ്. നമുക്ക് കരുതലായി നിൽക്കേണ്ട ആവശ്യമുണ്ട്, കാലത്തിനൊപ്പം നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് പലരും ഇങ്ങനെ ചിന്തിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എന്തായി സംഭവിക്കുന്നേ, ചെറിയൊരു ട്രോൾ ഡയലോഗ് ഉണ്ട്, എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നുള്ള ഡയലോഗ് അന്ന്. പക്ഷേ ഇത് ഭയങ്കര പേടിപ്പെടുത്തുന്ന പോലെ നമ്മളിപ്പം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഇതിന് പക്ഷേ ഒരു പ്രതിവിധി ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ കേൾക്കാനായിട്ട് പോകുന്നത്. കാരണം നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സാർ, ഇതിന് ഒരു പ്രതിവിധി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു പ്രതിവിധിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ CWC അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതെന്തൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ? ഏത് കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ ഉള്ള പോലെ തന്നെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ചില ആളുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടികളെ അതിലേക്ക് വലിച്ചിഴിച്ചുകൊണ്ട് ഇപ്പം പാർട്ട്ണർ, ജീവിത പങ്കാളി കുട്ടിയോട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ അയൽവക്കക്കാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായെങ്കിൽ അവർ കുട്ടിയെ അടിച്ചു, അല്ലെങ്കിൽ മോശമായിട്ടുള്ള അസഭ്യം പറഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ നിയമത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് അധ്യാപകരോട് വ്യക്തിപരമായിട്ട് ദേഷ്യമുണ്ടെങ്കിൽ, അല്ലെ അധ്യാപകർക്കിടയിൽ എന്തെങ്കിലും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുട്ടികളെ വെച്ചിട്ട്, അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട് ഈ അധ്യാപകർക്കെതിരെയോ അല്ലെങ്കിൽ അയൽപ്പക്കക്കാർക്കെതിരെയോ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് വെറുപ്പോ ദേഷ്യമുള്ള ആൾക്കാർക്കൊക്കെ എതിരായിട്ട് ഈ നിയമത്തെ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കും. കാരണം നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഞങ്ങൾ 5 പേരിൽ സൈക്കോളജിസ്റ്റുമാർ, ചൈൽഡ് സൈക്കോളജിസ്റ്റുമാർ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ്, അഡ്വക്കേറ്റ്സ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പാനലാണ് ഞങ്ങൾ 5 പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കേസുകളും വളരെ സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ പഠിച്ചിട്ടാണ് അതുമായിട്ട് മുൻപോട്ട് പോവുക. ഓക്കെ, ഈ ഒരു സമയത്ത് ഇപ്പം നമ്മൾ കേട്ടു, ഇപ്പം നേരിടുന്ന വെല്ലുവിളികൾ, ഇപ്പം ഇതുപോലെ പല സാഹചര്യങ്ങൾ വരുമായിരിക്കും. അക്രമാസക്തരായിട്ടുള്ള കുട്ടികളാണ് നമ്മൾ കാണുന്നത് ഇപ്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്താണ് നമ്മൾ ഇപ്പം കേൾക്കുന്നതും വാർത്തകളിലൂടെ കാണുന്നത്. അപ്പം അതുപോലത്തെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇപ്പോൾ? പല സംഭവങ്ങൾ, സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ വരാറുണ്ട്. പലപ്പോഴും പല മാതാപിതാക്കൾ വന്നിട്ട് പറയാറുണ്ട്, സാറേ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണ്. കാരണം പല കുട്ടികളും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ട് വളരെ അക്രമാസക്തരായിട്ട്, നമുക്കറിയാം കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, മൊബൈൽ അഡിക്ഷനുണ്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗമുണ്ട്. അപ്പം വീട്ടിൽ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പലപ്പോഴും പല മാതാപിതാക്കളും വളരെ നിസ്സഹായ അവസ്ഥയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് കുട്ടിയെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലാക്കിയിട്ട് റീഹാബിലിറ്റേഷൻ പ്ലാനുകളൊക്കെ തയ്യാറാക്കി കുട്ടിയുടെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം, മോഡിഫിക്കേഷൻസ് വരുത്തുവാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ ഈ ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടു, അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നേരിടുന്ന ചില വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം സാറ് പറഞ്ഞു, ഇപ്പം ചില മാതാപിതാക്കൾ വന്ന് പറയുമെന്ന് പറഞ്ഞു, ഇപ്പം പേടിയാകുന്നു വീട്ടിൽ കിടന്നുറങ്ങാനായിട്ട്. അങ്ങനെ ഇവരുടെ മാനസികാവസ്ഥയെ പോലും, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ മാനസികാവസ്ഥയെ പോലും വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു ലഹരി കൊണ്ട് കാരണമായി മാറുന്നു എന്നുള്ളത് നമ്മൾ കേട്ടപ്പം, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ലഹരി ഒരു വ്യക്തി അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നത് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആന്റി ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. നമ്മുടെ കുട്ടികളിലെ ലഹരിയുടെ ഉപയോഗം അവരുടെ മാനസിക ആരോഗ്യത്തെ എങ്ങനെയാണ് സാർ ബാധിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ സമകാലിക കേരളത്തിൻ്റെ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലീസുകാരെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും അധ്യാപകരെയൊക്കെ വെല്ലുവിളിക്കുകയും അവരെയൊക്കെ അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മളൊക്കെ വളരെ സങ്കടത്തോടെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എറണാകുളത്തും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അവർ കാണിച്ചു കൂട്ടുന്ന
അവരുടെ പ്രകടനങ്ങളൊക്കെ നമ്മളെപ്പോലും ആശ്ചര്യപ്പെടുന്നതാണ്. അതിനെല്ലാം കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗമാണ്. അത് അവരുടെ മാനസിക ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല മാതാപിതാക്കളുടെ ജീവന് പോലും ഭീഷണിയായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം വളരെ അക്രമാസക്തരാവുകയും അവർക്കെതിരെ വധഭീഷണി മുഴക്കുകയും പലപ്പോഴും പല മാതാപിതാക്കളും വളരെ നിസ്സഹായ അവസ്ഥയിൽ വന്നിട്ട് പറയാറുണ്ട്, സാറേ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണ്. അല്ലെങ്കിൽ ചില അമ്മമാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ഞങ്ങളുടെ മറ്റു കുഞ്ഞുങ്ങളുടെ ജീവന് ഭീഷണിയാണ്. അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുത്തില്ല എങ്കിൽ അവൻ ഞങ്ങളെ കൊന്നുകളയും എന്ന് പോലും പറയാറുണ്ട്. പലപ്പോഴും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം കുട്ടികൾ പറയാറുണ്ട്, പല അമ്മമാരും പറയാറുണ്ട്, ഒരുപക്ഷെ അവൻ്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറുകയാണ്. ഒരുപക്ഷെ ഒരു അമ്മ എന്നുള്ള രീതിയിലല്ല അവൻ എന്നെ തുറിച്ച് നോക്കുക, അല്ലെ അവൻ്റെ വളരെ മോശമായിട്ടുള്ള അയൽവക്കത്തുള്ള മറ്റുള്ള ആളുകളോടൊക്കെയുള്ള പെരുമാറ്റം വളരെ മോശമാണ്, വളരെ അക്രമാസക്തരായിട്ടാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെ ഭയാനകമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഓക്കെ സാർ, അപ്പം നമുക്ക് സാറിപ്പം പറഞ്ഞു കുട്ടികളുടെ മാനസികാരോഗ്യത്തെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. നമുക്കൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ലഹരി വസ്തുക്കളുടെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടത്തിയ ചില പരിശോധനയിൽ കുട്ടികളുടെ ബാഗിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെ വലിയ എമൗണ്ടിലുള്ള MDMAയും കഞ്ചാവും മറ്റ് രാസലഹരി വസ്തുക്കളൊക്കെ പിടിച്ചതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെ നമുക്കൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ലഹരിയുടെ അവൈലബിലിറ്റി, ലഭ്യത നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വളരെ അധികമാണ്. ഒരുപക്ഷെ സാധാരണ ആളുകൾക്ക്, മാതാപിതാക്കൾക്കോ അധ്യാപകർക്ക് പോലും കണ്ടാൽ മനസ്സിലാക്കാത്ത രീതിയിലുള്ള പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള രാസലഹരികൾ നമ്മുടെ ഇടയിൽ പ്രചരിച്ചു വരികയാണ്. അതിൻ്റെ കടന്നുവരവ് ശക്തമായിട്ട് തടഞ്ഞില്ല എങ്കിൽ ഒരു തലമുറയുടെ ഭാവി തന്നെ വലിയ അപകടത്തിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവെയർനെസ് നമ്മൾ കൊണ്ടുവരിക. നമുക്കറിയാം, നമ്മളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടികളിൽ തടയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ അത് എത്രമാത്രം ഇഫക്റ്റീവാണ് എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ നമ്മൾ ഒത്തിരി ക്യാമ്പയിനിങ്ങുകളൊക്കെ നടത്തിയതാണ്. എന്നാലും കുട്ടികളുടെ ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലാണ്. അതോടൊപ്പം നിയമനിർമ്മാണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അത് കൈവശം വയ്ക്കുന്നതിനൊക്കെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. യെസ്, അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് എൻഡിലാണ് നമ്മൾ ഇപ്പോൾ അവസാനിക്കുന്നത്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ് കൂടെയുള്ളത്. ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സാർ, നമ്മൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തനം ചെയ്യുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. കാരണം നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വിജിലൻ്റ് ആയിരിക്കണമെന്ന് തോന്നുന്നു. കാരണം എവിടെയാണ് എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പാടില്ല. കാരണം അതുപോലെ നമ്മളെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്താണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാൽ ലഹരിയാണ് ഇതിൻ്റെ ഒരു ലഹരി എന്ന് പറയുമ്പോൾ രാസലഹരി. ഇപ്പം സാറ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കുട്ടികളിൽ കൂടുതലും രാസലഹരിയുടെ ഉപയോഗം കൂടുന്നതായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് കേട്ടപ്പം ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ വാർത്തകളിലായിക്കോട്ടെ വരുന്നതൊക്കെ ഓരോ പോസ്റ്റിൻ്റെ കീഴിൽ വരുന്ന കമൻസിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചിലർ വന്ന് ഇങ്ങനെ മറുപടി പറയുന്ന ഒരു സംഭവമാണ്, ഇത്രയും ലഹരി ഉപയോഗിക്കാനായിട്ട് കാരണമായി മാറുന്നത് ഇവർക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ്, നിയമവ്യവസ്ഥ ഇവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ലഹരിയുടെ ലഭ്യത കൂടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോടുള്ള ഈ ഒരു യുവാക്കളുടെ കൗമാരക്കാരുടെ ഒരു മനോഭാവമാണ് ഇത്രയും ഒരു അതിക്രമം കാണപ്പെടുന്നത് നമ്മൾ ഈ ഒരു സമൂഹത്തിൽ? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ലഹരി വസ്തുക്കളുടെ ലഭ്യത കൂടുതലാണ്. കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് രാസലഹരികളും മറ്റ് MDMA പോലെയുള്ള ലഹരി വസ്തുക്കളൊക്കെ അവർക്ക് അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട്, കുട്ടികൾക്കൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള ഭയമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും പേടിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പോലീസുകാരോടും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ നിയമവ്യവസ്ഥകളെ സംരക്ഷിക്കേണ്ട ആളുകളോടൊക്കെയുള്ള കുട്ടികളുടെ ഒരു മനോഭാവമൊക്കെ അവർക്ക് നമ്മുടെ നിയമവ്യവസ്ഥയെ
ഒട്ടും ഭയവും പേടിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഇത് രണ്ടും അതിന് കാരണമായി മാറാറുണ്ട്. അപ്പം ഈ കുട്ടികളുടെ ഈ ഒരു ഭയമില്ലായ്മയ്ക്ക് നമ്മൾ എന്താ ഇപ്പം ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പം നമുക്ക് പേടിക്കണം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, പക്ഷേ അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമൂഹത്തിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ അറിഞ്ഞിരിക്കണമല്ലോ. അതിന് അവർ എന്ത് കാര്യങ്ങളാണ് ഇപ്പം ഒരുപാട് കേസുകൾ സാർ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അവരിലേക്ക് ഈ ഒരു ബോധം ഉണർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കേണ്ടത്, അവരറിയേണ്ടത്? സാധാരണ നമ്മൾ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആക്കാറുണ്ട്. അതിനുശേഷം അവരുടെ റീഹാബിലിറ്റേഷൻ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കും. അതല്ല എങ്കിൽ നമ്മുടെ തന്നെ ചില സ്ഥാപനങ്ങളിലേക്ക് റീഹാബിലിറ്റേഷന് വേണ്ടി അല്ലെങ്കിൽ ഡി അഡിക്ഷന് വേണ്ടിയൊക്കെ പറഞ്ഞു വിടാറുണ്ട്. അതിനുശേഷം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള റീഹാബിലിറ്റേഷൻസൊക്കെ നമ്മൾ കൊടുത്ത് അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, അങ്ങനെ ലഹരിയുടെ ലഭ്യത കൂടുന്നതാണോ അല്ലെങ്കിൽ അവരുടെ ഒരു നിയമവ്യവസ്ഥയിലുള്ള ഒരു മനോഭാവമാണോ എന്നുള്ളതാണ് നമ്മളിപ്പം കേട്ടറിഞ്ഞത്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനിയും ധാരാളം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം മാതാപിതാക്കളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. നമുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമകളിൽ എത്രത്തോളമാണ് കുട്ടികൾക്ക് ഈ ഒരു പ്രചോദനം നൽകുന്ന ഓരോ സീനുകൾ, കുറ്റകൃത്യം ചെയ്യുന്ന സീനുകളുണ്ട്, അതുപോലെ തന്നെ ലഹരിയുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന കുറേ സീനുകളുണ്ട്. അപ്പം എങ്ങനെയാണ് അത് കുട്ടികളെ സ്വാധീനിക്കുന്നതായിട്ട് സാറിന് തോന്നുന്നത്? ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കുട്ടികൾക്കിടയിലുള്ള അക്രമവാസനകൾക്കും വയലൻസിനുമൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുക, ഈ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രീസിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചില പഠനങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഈ സിനിമകളെല്ലാം കുട്ടികളെ, പ്രത്യേകിച്ച് പല ഫിലിം പ്രൊഡ്യൂസേഴ്സും തങ്ങളുടെ ലാഭം നേടാനായിട്ട് വയലൻസിനെ കുത്തി നിറച്ചിട്ട് നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അമിതമായിട്ടുള്ള സ്വാധീനമാണ് കുട്ടികൾക്കിടയിലുള്ള പല കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ ചില സംഭവങ്ങൾ, പർട്ടിക്കുലർ സംഭവങ്ങളൊക്കെ കണ്ടു. നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിനെയൊക്കെ ഒരുപാട് ഞെട്ടിച്ചതാണ്. ഒരു കുടുംബത്തിലെ 5 പേരെയൊക്കെ. അതിനെല്ലാം കാരണം, അതിനൊരു കാരണം ഈ കുട്ടി ചെറുപ്പം മുതൽ തന്നെ അതിന് ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൻ്റെ പെരുമാറ്റ വൈകല്യം ഉണ്ടായിരുന്നു, അവൻ മൊബൈൽ ഫോണിന് അഡിക്ഷൻ ആയിരുന്നു. ചില സിനിമകളുടെ സ്വാധീനം ആ കുട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുക. ഒരുപക്ഷേ ആ കുട്ടി ആ ചെറിയ പ്രായത്തിൽ തന്നെ തിരുത്തുവാനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതുപോലെ സമാനമായിട്ടുള്ള പല കുട്ടികൾക്കിടയിലുള്ള അക്രമവാസനകൾക്കെല്ലാം കാരണമായിട്ട് പറയുക സിനിമകളുടെ സ്വാധീനമാണ്. 1970 ഒരു മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ബദൂര എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ചില പഠനത്തിൽ പറയുക, കുട്ടികൾ കാണുന്ന സിനിമകൾ അവരുടെ സ്വഭാവത്തെയും അവരുടെ പെരുമാറ്റത്തെയൊക്കെ വലിയ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ സിനിമകൾ, പ്രത്യേകിച്ച് സിനിമയുടെ ചരിത്രം മുതൽ നമുക്കറിയാം, സിനിമകൾ പല രീതിയിൽ, സിനിമയും സിനിമയുടെ കഥാപാത്രങ്ങളും സിനിമയുടെ കഥയുമൊക്കെ നമ്മളെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നല്ല രീതിയിൽ മോശമായിട്ടും ഒക്കെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇറങ്ങുന്ന സിനിമകളൊക്കെ കുട്ടികളെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പല സിനിമകളും, എല്ലാ സിനിമകളെയും ആക്ഷേപിക്കുന്നില്ല, പക്ഷേ പല സിനിമകളും കുട്ടികളെ, പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത് അവരുടെ റോൾ മോഡലിംഗ് ഒക്കെയാണ്. അവരിഷ്ടപ്പെടുന്ന, അവർ സ്നേഹിക്കുന്ന അവരുടെ സൂപ്പർ സ്റ്റാർസ്, ഫിലിം സ്റ്റാർസൊക്കെ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത പല കുട്ടികളിലുമുണ്ട്. ഓക്കെ സാർ, ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനിയും ധാരാളം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആന്റി ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് പേരൻസ് ആണ്. അപ്പം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, ഇപ്പോൾ 18 വയസ്സ് തുടങ്ങിയതല്ല, ഇപ്പോൾ നിലവിൽ ഇനി വളർന്നു വരുന്ന ഈ ഒരു കുഞ്ഞുങ്ങളെ അവരെ എങ്ങനെയൊക്കെയാണ് അവർ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നാളത്തെ ഒരു നല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വാർത്തെടുക്കാനായിട്ട് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാം, വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ഭാവി വളരെ അപകടാവസ്ഥയിലാണ്. നമുക്കറിയാം, കുട്ടികൾക്കെതിരായിട്ടുള്ള പലതരത്തിലുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണ്. അക്രമവാസനകൾ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻസ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന കുടുംബമാണ്. അപ്പം ആദ്യം തന്നെ മാതാപിതാക്കളാണ് നമ്മുടെ കുട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വ്യത്യാസമുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കി ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് തിരുത്തുവാനും അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതൊരു കുടുംബത്തിന് മാത്രം ഉത്തരവാദിത്തമല്ല, അധ്യാപകരുടെയും നമ്മുടെ സമൂഹത്തിൽപ്പെട്ട എല്ലാ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ വലിയ ഒരു ദുരിതമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ പോവുക. പിന്നെ നമുക്കറിയാം, കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്ന ചില റീൽസുകളുണ്ട്, അവർ ഫോളോ ചെയ്യുന്ന ചില ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കുറ്റകൃത്യങ്ങളെ വളരെ ലഘൂകരിച്ചുകൊണ്ട് ആണ് അവതരിപ്പിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ നമ്മുടെ യുവതലമുറ എപ്രകാരമാണ് അതിനോട് പ്രതികരിച്ചതൊക്കെ അല്ലേ നമ്മളൊക്കെ കണ്ടതാണ്. അപ്പം പലപ്പോഴും ഇവരുടെ റോൾ മോഡൽസ് എന്ന് പറയുക ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ്. അപ്പം അവരുടെ സ്വാധീനമൊക്കെ തീർച്ചയായിട്ടും കുട്ടികളെ നെഗറ്റീവായിട്ട് അല്ലെ മോശമായിട്ട് സ്വാധീനിക്കാറുണ്ട്. അപ്പം നല്ല റോൾ മോഡൽസിനെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കാണുവാൻ റോൾ മോഡൽസിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മുടെ നല്ല റോൾ മോഡൽസ്, നാം ഓരോരുത്തരും നല്ല റോൾ മോഡൽസ് ആയി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. യെസ്, ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ആ ഒരു പേര് പോലെ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇനി കുറച്ച് പാട്ടുകളാണ് വരുന്നത്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം SK ജംഗ്ഷൻ. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് തങ്കമണി. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ, ചെയർമാൻ ഓഫ് CWC കോട്ടയം. സാർ, നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതൊക്കെ നമ്മൾ ഇന്ന് കേട്ടു അറിഞ്ഞു. അതിന് സാറ് പറഞ്ഞു, കുട്ടികൾക്ക് സംരക്ഷണവും ശ്രദ്ധയും വേണ്ടപ്പെടേണ്ട ആവശ്യത്തിൽ, അല്ലെങ്കിൽ അത് എവിടെയാണോ ആവശ്യം അവിടെ CWC ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പം ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ കുട്ടികളെ ഇപ്പം വലയ്ക്കുന്ന ലഹരിയെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം സംസാരിച്ചു. ഇതിന് പുറമെ കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സെക്ഷലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അപ്പം കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ഇടയിൽ, കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകളുടെ ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ തന്നെ ഒരു ഇമ്പാക്റ്റാണ് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ. അത് ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. അത് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ മദ്യപാനം, കുട്ടികളുടെ അന്തരീക്ഷത്തിൽ മാതാപിതാക്കളുടെ മദ്യപാനം, ബ്രോക്കൺ ഫാമിലീസ്, നമുക്കറിയാം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേരളത്തിലാണ്. അപ്പം പലപ്പോഴും പല കുട്ടികളും ഈ ബ്രോക്കൺ ഫാമിലീസിൽ നിന്നാണ്, അല്ലെങ്കിൽ സിംഗിൾ പേരൻസിൻ്റെ കൂടെയാണ് ഇവർ താമസിക്കുക. നമുക്ക് വരുന്ന പല കേസുകളിലും കുട്ടികളോട് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഇവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഒരുപക്ഷെ അച്ഛൻ്റെ മാത്രം അല്ലെ അമ്മയുടെ മാത്രം, ഒരുപക്ഷെ ഒരു മാതാപിതാക്കളുടെ ഒരു റെസ്പോൺസിബിൾ പേരൻറ്റിങ് പൂർണ്ണമാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടണം. പലപ്പോഴും ഒരു സിംഗിൾ പേരൻറ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കൃത്യമായിട്ട് അവരെ നിരീക്ഷിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹവും കരുതലും സംരക്ഷണവും കൊടുക്കാനായിട്ട് ഈ സിംഗിൾ പേരൻറ്റിന് കഴിയാതെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ സിംഗിൾ പേരൻറ്റിങ്. അതോടൊപ്പം തന്നെ അൺവാണ്ടഡ് ചിൽഡ്രൻ നമ്മുടെ ഇടയിൽ കൂടി വരികയാണ്. പലപ്പോഴും ഈ മാതാപിതാക്കൾ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം രോഗാവസ്ഥയായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയൊക്കെ ആയതുകൊണ്ട് പല മാതാപിതാക്കളും കുട്ടികളെ ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അൺവെഡ് മദേഴ്സ്, അതോടൊപ്പം തന്നെ ഈ വിവാഹം കഴിക്കാത്ത കുട്ടികളായവരൊക്കെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അവർക്ക് കുട്ടികളെ CWCയെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ലീഗലി അവരെ സർക്കാരിലേക്ക് നൽകാവുന്നതാണ്, ലീഗലി സറണ്ടർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ അഡോപ്ഷന് കൊടുക്കും. അതോടൊപ്പം തന്നെ ഫോസ്റ്റർ കെയറിന് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ കൂടാണ്ട് മറ്റ് കുട്ടികളെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ അവധിക്കാലത്തുമൊക്കെ നോക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ഒരു മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികളെ നോക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ചിന്ത വരികയാണെങ്കിൽ അവർക്ക് CWCയെ സമീപിക്കാം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കരുതലും ശ്രദ്ധയും സംരക്ഷണവും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ് ചൈൽഡ് ലേബർ, കുട്ടികൾ ഉപയോഗിച്ചിട്ടുള്ള ബാലവേല. കേരളത്തിൽ നമ്മൾ പറയും നമ്മൾ കേരളമാണ് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ നമ്മൾ ഉയർന്ന ആളുകളാണ് എന്നൊക്കെ നമ്മൾ അവകാശം ഉന്നയിക്കുമ്പോഴും നമ്മുടെ ഇടയിൽ പല വിദ്യാസമ്പന്നരായിട്ടുള്ള പല ആളുകളുടെയും വീടുകളിലും അവരുടെ തൊഴിലിടങ്ങളിലുമൊക്കെ അന്യസംസ്ഥാനത്തു നിന്നുള്ള പല കുട്ടികളെയും അവിടെ കൊണ്ടുവരികയും അവരെ ഉപയോഗിച്ചിട്ട് ബാലവേല നടത്തുന്നതൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ആർക്ക് വേണേലും CWCയെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ CWCയോ പോലീസിനെയോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനെയൊക്കെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ അവിടെ ചെന്ന് റെസ്ക്യൂ ചെയ്തിട്ട് കുട്ടികളെ ഉപയോഗിച്ച് ബാലഭിക്ഷാടനം നടത്തുന്ന ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയും കുട്ടികളെ നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാക്കുകയും അതല്ല എങ്കിൽ തിരിച്ച് അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചയക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. കാരണം പഠിക്കുക എന്ന് പറയുക ഓരോ കുട്ടിയുടെയും അവകാശമാണ്. അപ്പം അതിനെ തടയാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള ബാലഭിക്ഷാടനം നമുക്കറിയാം. നമ്മുടെ ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ ചില സീസണുകളിൽ ചില ഉത്സവ അല്ലെ പെരുന്നാൾ സീസണുകളിലൊക്കെ ചില കുട്ടികളെയും വഹിച്ചുകൊണ്ട് ചില അമ്മമാർ ബാലഭിക്ഷാടനം നടത്തുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1098 എന്ന് പറയുന്ന നമ്മുടെ ചൈൽഡ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ DCP യൂണിറ്റിലോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്ക്യൂ ഓഫീസേഴ്സിനെ അങ്ങോട്ട് വിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടികളെ റെസ്ക്യൂ ചെയ്ത് CWCയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും പുനരധിവാസവും ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം സാറ് പറഞ്ഞപ്പോൾ കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ നാളെ അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു കാരണമാകാതിരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെ സജ്ജരാക്കുന്ന ഓരോ അറിവുകളും ചെറുതല്ല, വലിയവ തന്നെയാണ് എന്ന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ. അറിവുകൾ ഇവിടെ തീരുന്നില്ല. തുടർന്നുള്ള ഭാഗം നെക്സ്റ്റ് വീക്ക് നമ്മൾ സെക്കൻഡ് പാർട്ടിലൂടെ കേൾക്കുന്നതായിരിക്കും. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അരുൺ കുര്യൻ സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM and this is RJ Jo and Tangamani signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6